മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖത്രത്താനി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട്. ഇഷ്ടപ്പെടുന്നത് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പാട് എന്നെയും നിന്നെയും സൃഷ്ടിച്ച അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് തുള്ളികളാ. ആ രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, ഖത്രത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന രണ്ട് തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധക്കളങ്ങളിൽ പോയി പോരാടി വീരമൃത്യു വരിക്കുന്ന ശുഹദാക്കളുണ്ടല്ലോ. അതാ സയ്യിദ് ശുഹദാഇ ഹംസ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, ബദറിലും ഉഹദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലുമല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. ആ ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന രക്തത്തുള്ളിയുണ്ടല്ലോ, പടച്ചവനെ, അതല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അത് വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസാരമല്ലടാ. പടച്ചവനെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടുന്ന ശുഹദാക്കളുണ്ടല്ലോ, പടച്ചവനെ, അവരുടെ ശരീരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന രക്തത്തുള്ളിയുണ്ടല്ലോ, അവരെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാണ്. അല്ലാഹുവിന്റെ സഹാബത്താരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്താരാ, ശുഹദാക്കളാരാ, അവരെ കുറിച്ച് പഠിക്കണം ചെറുപ്പക്കാരാ. അവര് പേടിയില്ലാത്തവരാ, അവര് ദുആ ചെയ്തിട്ട് പോകുന്നവരാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, നിനക്കറിയുമോ ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, രാവിലെ സുബഹി കഴിഞ്ഞ യുദ്ധത്തിന് പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുങ്ങാൻ പറയുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. കൂട്ടുകാരന്റെ വീട്ടിൽ പാതിരാത്രി കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ കൂടെയും ഇറങ്ങി വരാറ്, എന്റെ കൂടെയും ഇറങ്ങി വരാറ്. പാതിരാത്രി വീട്ടിൽ പോയി വിളിച്ചിറക്കുകയാ. എന്തിനു വേണ്ടി എന്നറിയുമോ? കള്ളു കുടിക്കാ പോകാനല്ല, കഞ്ചാവടിക്കാ പോകാനല്ല, മയക്കുമരുന്നടിക്കാ പോകാനല്ല, കൊട്ടേഷൻ സംഘത്തെ പോലെ തല്ലാ പോകാനല്ല, പിടിച്ചു പറിക്കാ പോകാനല്ല. എവിടെയെങ്കിലും പോയിരുന്ന പാവങ്ങളെ കുറിച്ച്, പാവപ്പെട്ട പെൺകുട്ടികളെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കാനല്ല. പാതിരാത്രി വീടിനകത്ത് കിടന്നുറങ്ങുന്ന കൂട്ടുകാരനെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒന്നുപെടുത്തു. എന്നിട്ട് പടച്ചവനെ 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്നിട്ട് കൂട്ടുകാരൻ പറയുകയാ, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നാളെ രാവിലെ യുദ്ധക്കളത്തിലേക്ക് പോകുകയാ. നിനക്കെന്താ വേണ്ടത്? ദുആ ചെയ്യൂ. നിനക്കെന്താ വേണ്ടത്? ദുആ ചെയ്യൂ. അവിടെന്ന് കൂട്ടുകാരൻ ദുആ ചെയ്യുന്നു, അല്ലാഹ്, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാണ് റബ്ബേ. ഏറ്റവും നല്ല ആരോഗ്യവാനായ ഒരു ശത്രുവിനെ എനിക്ക് തരണം പടച്ചവരെ. എനിക്കവനെ വധിക്കണം തമ്പുരാര്. എന്നിട്ട് എനിക്ക് ജീവനോടെ തിരിച്ചു വരണം തമ്പുരാര്. പാതിരാത്രി കൂട്ടുകാരൻ ദുആ ചെയ്യുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ ചോദിച്ചു, ദുആ ചെയ്ത് കഴിഞ്ഞോ? ഇനി നീ എനിക്ക് ആമീൻ പറയണം, ഇനി നീ എനിക്ക് ആമീൻ പറയണം. എന്നിട്ട് ദുആ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹ്, നാളെ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോകുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും യോദ്ധാവായ, വളരെ ക്രൂരനായ, പടച്ചവനെ, വളരെ ക്രൂരനായ ഒരു എതിരാളിയെ എനിക്ക് തരണേ അല്ലാ. അവൻ എന്റെ കൈവെട്ടി മുറിക്കണേ അല്ലാ. അവൻ എന്റെ
കാല് വെട്ടി മുറിക്കണേ അല്ലാ. അവനെന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി മുറിക്കണേ അല്ലാ. അവനെന്റെ ചെവി മുറിച്ചിട്ട് കെട്ടി തൂക്കിയിടണേ അല്ലാ. ഒരു സ്വഹാബി ദുആ ചെയ്യുകയാ, പടച്ചവനെ എന്നെ യുദ്ധക്കളത്തിലിട്ടവന് വെട്ടി നുറുക്കണം പടച്ചവനെ, അവൻ ക്രൂരനായിരിക്കണം പടച്ചവരെ, അവൻ എന്റെ മൂക്ക് വെട്ടി മുറിക്കണം പടച്ചവരെ, അവൻ എന്റെ ചെവി മുറിച്ചെടുക്കണം പടച്ചവരെ. പാതിരാത്രി ഇരുന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ കൂട്ടുകാരൻ ആമീൻ പറയുകയാ. ഇത് നിനക്ക് തിരിയില്ലടാ. വൈകുന്നേരം വീട്ടിൽ നിന്നിറങ്ങി ഏതെങ്കിലും ഒരു കലങ്ങിന്റെയോ റോഡ് സൈഡിൽ പോയിരുന്ന് കഞ്ചാവടിക്കുന്ന മയക്കുമരുന്നടിക്കുന്ന കൂട്ടുകാരാ, ഇത് പറഞ്ഞാ നിനക്ക് തിരിയില്ലടാ, ഇത് പറഞ്ഞാ നിനക്ക് തിരിയില്ല. ഒരു പിതാവ് പറഞ്ഞു, ഉസ്താദേ ഇന്നത്തെ വഴുതിനകത്ത് രണ്ട് കാര്യമാണ് പറയേണ്ടത്. ഒന്ന് മയക്കുമരുന്നിനെ കുറിച്ച് പറയണേ. എങ്ങനെ പറയാനാ വാപ്പാ? അത് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ലല്ലോ, അത് പറഞ്ഞാ പലർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. ലാ സലാസത്തുല്ലാ യദ്ഖുലൂനൽ ജന്ന. ലോകത്തിന്റെ നേതാവ് പറഞ്ഞതെന്തെന്നറിയോ? സലാസത്തുല്ലാ യദ്ഖുലൂനൽ ജന്ന. ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത മൂന്ന് വിഭാഗത്തെ കുറിച്ച് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ. ആരെന്നറിയോ? ആരെന്നറിയോ? പേടിക്കണമടാ ചെറുപ്പക്കാരാ, പേടിക്കണമടാ പൊന്നുമോനെ. നീ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ കടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കള്ളു കുടിച്ചവനോട് സലാം പറയാൻ പാടില്ലല്ലോ, കള്ളു കുടിച്ചവനും മരിച്ചാ കാണാൻ പോകാൻ പാടില്ലല്ലോ. ഇങ്ങനെ പരിശുദ്ധമായ ദീനവിടുന്ന് പഠിപ്പിക്കുമ്പോ നീ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതെന്തേ ചെറുപ്പക്കാരാ? ഞാൻ പറഞ്ഞു വന്നത് ഒരു ഷഹീദിന്റെ മഹത്വവാ. അവസാനം അവിടുന്ന് പാതിരാത്രി ദുആ ചെയ്ത് രണ്ട് കൂട്ടുകാരും പിരിഞ്ഞു. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കിടന്നപ്പോ സ്വഹാബി ഓടുകയാ. എന്തിനാണ് ഓടിയതെന്നറിയോ? ഇന്നലെ രാത്രിയിലെ ദുആ അല്ലാഹു സ്വീകരിച്ചോ. ഇന്നലെ രണ്ട് കൂട്ടുകാര് ദുആ ചെയ്തല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാൻ ഓടുമ്പോ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. കൈകാല് മുറിച്ചിട്ടുണ്ട്, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചിട്ടുണ്ട്, ചെവി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാ. എന്തൊരു സന്തോഷമെന്നറിയോ? എന്തൊരു സന്തോഷമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശഹീദായ ശുഹദാക്കൾ ഉണ്ടല്ലോ, ആ ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തമുണ്ടല്ലോ, അത് അല്ലാഹു വല്ലാത്ത ഇഷ്ടമാ, അത് അല്ലാഹു വല്ലാത്ത ഇഷ്ടമാ. പിന്നെ ഒരു തുള്ളിയുണ്ട്, പിന്നെ ഒരു തുള്ളിയുണ്ട്. ഏത് തുള്ളി എന്നറിയുമോ? ഖത്രത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ. ഇന്ന് കരയാമെന്ന് തീരുമാനിച്ചില്ലേ? ഈ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീടാ. അതല്ലാഹു വല്ലാത്ത ഇഷ്ടമാ, അത് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കണ്ണുനീരാ. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് റബ്ബേ ഒരുപാട് തെറ്റ് ചെയ്തല്ലോ, ഒരുപാട് പാപം ചെയ്തല്ലോ. 20 വയസ്സുള്ള ഞാൻ കഞ്ചാവടിച്ചിട്ടുണ്ടല്ലോ. 50 വയസ്സുള്ള എന്റെ വാപ്പ ഒരു വീടി പോലും വലിക്കാത്ത മനുഷ്യരാ. ആ വാപ്പയുടെ മകനായ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്. എന്റെ ഉമ്മ 25, എന്റെ ഉമ്മ 30, 40 വയസ്സുള്ളവളാണ്. ഉമ്മ ഇന്ന് വരെ വ്യഭിചരിച്ചിട്ടില്ലല്ലോ. 20 വയസ്സെത്തുന്നതിന് മുമ്പ് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ടല്ലോ. അല്ലാ, എന്റെ വാപ്പ ഇന്ന് വരെ എനിക്ക് പട്ടിണി കിടന്നാലും ഹറാമ് തിന്നാൻ തന്നിട്ടില്ല. പടച്ചവനെ, ഞാൻ തിന്നിട്ടുണ്ടല്ലോ. അല്ലാ, പ്രായം ചെന്ന് എന്റെ വാപ്പയുടെ വാപ്പ വരെ
നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരോഗ്യമുള്ള ഞാൻ പള്ളിയുടെ മുന്നിലൂടെ പോയാൽ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കത്തില്ലല്ലോ. അല്ലാ പടച്ചവനെ, എനിക്ക് വേണ്ടി രക്തം വിയർപ്പാക്കി അധ്വാനിച്ചിട്ട് എന്റെ ഉപ്പ എനിക്ക് കഷ്ടപ്പെട്ട് പൈസ തരുന്നുണ്ട്, എനിക്ക് വസ്ത്രം വാങ്ങി തരുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വാങ്ങി തരുന്നുണ്ട്. ഉപ്പ ചോദിക്കുന്നു, മോളെ നിനക്കെന്ത് വേണമെങ്കിലും എന്നോട് പറ മോളെ, ഞാൻ നിനക്ക് വാങ്ങിത്തരാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പൊന്നുപോലെ നോക്കുന്ന വാപ്പ, ആ പൊന്നുമോള് ഫർദയും ധരിച്ച് സ്കൂളിലേക്ക് പോയാ, കോളേജിലേക്ക് പോയാ, വഞ്ചിക്കുകയല്ലേ, ചതിക്കുകയല്ലേ, പറ്റിക്കുകയല്ലേ, അള്ളാന്റെ ദീനിനെ നാണം കെടുത്തുകയല്ലേ. പേടിക്കണം പെങ്ങള്, പേടിക്കണം പെങ്ങള്. ഹിജാബൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാലവാ. ഹിജാബ് ധരിക്കുന്നത് നല്ലതാണ്, ഹിജാബ് ധരിക്കുന്നത് നല്ലതാ. ഒരു സ്വാലിഹത്തായ പെണ്ണ് ഹിജാബ് ധരിക്കണമെന്ന് അള്ളയല്ലേ പറഞ്ഞത്. പക്ഷേ ആ ഹിജാബ് മാത്രം പോരാ മോളെ. നാട്ടുകാരുടെ മുന്നിൽ ഹിജാബ് ധരിച്ചിട്ട് കാര്യമില്ല, ഉള്ള നന്നാകണം പെങ്ങളെ. മംഗലാപുരത്തിന്റെ മാടുകളിൽ ഫർദയും ഹിജാബും ധരിച്ച പെണ്ണുങ്ങളെ കാണാ. പടച്ചറപ്പേ, സ്കൂളിൽ നിന്നിറങ്ങി പോകുന്ന പെൺകുട്ടികളെ കാണാ. കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഫർദ ധരിച്ച പെങ്ങള് അവന്റെ കൂടെ പറപ്പല്ല, അവളുടെ സഹോദരനല്ല. അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുന്നു, പേടിക്കണം പെണ്ണ്. പല നാൾ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടുമെന്നല്ലോ. എന്റെ ചെറുപ്പക്കാരാ, കള്ളു കുടിക്കുന്നതാരും അറിയുന്നില്ല. കള്ളു കുടിച്ചാൽ കൂട്ടുകാരൻ പറയും മണം പിടിക്കുമടാ, അതിന്റെ ദുർഗന്ധമടിക്കും, നിന്നെ പിടിക്കും. അതുകൊണ്ട് കള്ളു വേണ്ട, കഞ്ചാവ് മതി, മയക്കുമരുന്ന് മതി. എന്റെ ചെറുപ്പക്കാരാ, ഒന്നോർത്തു വെച്ചോ, ഒന്നോർത്തു വെച്ചോ. മദീനത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളക്കകത്ത് കിടക്കുന്ന സ്വഹാബിയ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഉമർ എന്നറിയോ? ഉമറിന്റെ ജീവിതം അറിയണമെങ്കിൽ നീ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. ആ ഉമറാണ് പറയുന്നത്, ആ ഉമർ തങ്ങളാണ് പറയുന്നത്. ഒരു തെറ്റ് ചെയ്തു രക്ഷപ്പെട്ടു, രണ്ടാമതും ചെയ്തു രക്ഷപ്പെട്ടു, മൂന്നാമതും ചെയ്തു രക്ഷപ്പെട്ടു. എങ്കിലെ ചെറുപ്പക്കാരാ, നിന്റെ കഴിവ് കൊണ്ടല്ല രക്ഷപ്പെട്ടത്. എന്റെ വാഴ കേൾക്കാൻ കടന്നു വന്ന പെങ്ങള്, നിന്റെ കഴിവ് കൊണ്ടല്ല രക്ഷപ്പെട്ടത്. അല്ലാഹു കരുണ കാണിച്ചതാ. നാണം കെടുത്തണ്ട എന്ന് വിചാരിച്ചട്ടാ, നിന്റെ പ്രിയപ്പെട്ട മക്കളെ ഓർത്തിട്ടാ. മൂന്ന് കഴിഞ്ഞാൽ പേടിക്കണമടാ, പേടിക്കണം വാപ്പാ. ഏത് നിമിഷവും അല്ലാഹു നിന്നെ നാണം കെടുത്തുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, അതുകൊണ്ട് ഞാൻ പറയുകയാ, ഇന്നിവിടെ ഇരുന്ന് കരയാൻ പറ്റുമെങ്കിൽ കരയൂ, അല്ലെങ്കിൽ വഅദകടിന് വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. നാളെ രാവിലെ നോമ്പ് പിടിക്കാൻ എഴുന്നേക്കുമല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ സുബഹിക്ക് മുമ്പ് എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് നിസ്കാരപ്പായിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ലൈറ്റ് അണച്ച് റൂമിനകത്തിരുന്നിട്ട് ചിന്തിക്കണമല്ലോ, അല്ലാഹുവേ ഒരുപാട് പാപം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ റബ്ബേ, എങ്ങനെ രക്ഷപ്പെടുമല്ലോ, എങ്ങനെ രക്ഷപ്പെടുമല്ലോ. നിന്റെ മുന്നിൽ വന്ന് നിൽക്കണമല്ലോ, നാളെ പരലോകത്ത് നിന്റെ മുന്നിൽ വരുമല്ലോ. ചിരിക്കുന്ന കാലനക്കാൻ പറ്റാത്ത ദിവസമാണല്ലോ. നിന്റെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കുമ്പോ എന്തു പറയുമല്ലോ, എന്തു പറയുമല്ലോ. ഞാനവിടെ നാണം കെടുവല്ലോ അല്ലാ, ഞാൻ നരകത്തിന്റെ അവകാശിയാകുമല്ലോ അല്ലാ എന്നോർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാ
രക്ഷപ്പെട്ടു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രക്ഷപ്പെടും മോനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണുനീരാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികളിൽ ഒരു തുള്ളി എന്തെന്നറിയുമോ? അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുനീര് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ളതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ